നമ്മുടെ ചരിത്രമാണ് പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല നമുക്ക്. അതായത് പെരുമ്പളത്തേക്കുള്ള പുറം ലോകമായിട്ടുള്ള ബന്ധമാണ് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ പണി നടക്കുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും നമുക്കിനി ഈ സ്ഥലമൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് കടകളും ഒരുപാട് വീടുകളും പുറമക്കാരൊക്കെ വരാൻ പോണ ഇങ്ങോട്ട്. ഇതാണ് വഴി. എന്റെ ബൈക്കാണ് ഇരിക്കണം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുവരെയും തിരക്ക് ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. മാറിയിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്ത് പെരുമ്പളത്തേക്ക് പോണത്. 10:50. 10:50 സംഭവം പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ കൂടി നടന്നു പോയ കുറച്ച് പിള്ളേര് മന്തി കഴിക്കാൻ പോയിട്ട് വന്ന കഥയും പറഞ്ഞൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ബോട്ടിംഗ് ഉണ്ട്. ഇവിടുന്ന് ബോട്ടിങ്ങിൽ ആൾക്കാർ ഇവിടുന്ന് കയറി പെരുമ്പളത്തിൻ്റെ തെക്കുവശത്തുള്ള മാജിക് ഐലൻഡ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ കൊണ്ട് മാറി ജീവിച്ചിട്ടുണ്ട്. ഇന്ന് അവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും ഭംഗിയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിൽ മനുഷ്യർ പരസ്പരം അറിഞ്ഞും സ്നേഹിക്കും ജീവിക്കുന്ന ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക്. സമയം 10:30. ഈ അമൃതേനെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഞങ്ങൾ പെരുമ്പളത്തേക്ക് വന്ന് ഇവളുടെ അച്ഛനെ കാണാനായിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ സമയം 10:30, രാത്രി 10:30. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്ത് പെരുമ്പളത്തേക്ക് പോണത്. നോർമലി ജങ്കാർ എത്ര മണി വരെ? ശരിക്കും 10 മണി വരെ അല്ലേ? ഇല്ല 10 മണി വരെ 8:30 വരെയാണെന്ന് തോന്നുന്നു. 8:30 വരെയാണ് ജങ്കാറുള്ളത്. ഇപ്പൊ കണ്ട ഈ റോട്ടില് നിറച്ചാളാന്ന് പറഞ്ഞാൽ ഒരു 9 മണി സമയത്തൊക്കെ ഈ റോഡ് നിറച്ച് ഭയങ്കര തിരക്കായിരുന്നു പറയണം. ആ സൈഡിലേക്കും പെരുമ്പളത്തേക്ക്. സത്യം പറഞ്ഞാൽ ഇന്ന് അച്ഛന് വയ്യാന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും നേരത്തെ എനിക്ക് നമുക്ക് ഓടി വരാൻ പറ്റില്ല ഈ സമയത്ത്. ഇന്നിപ്പോൾ അച്ഛന് വയ്യാന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വരാനുള്ളൊരു സാഹചര്യം കൂടി കിട്ടി. ഇപ്പൊ സമയം 11:10 അല്ലേ? 11:10 അല്ല, 10:50. 10:50 സംഭവം പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരട്ടേന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ, അച്ഛന് വയ്യാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വരട്ടേന്ന് പറഞ്ഞു. അച്ഛൻ വാന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, എന്റെ ബൈക്ക് ആദ്യമായിട്ട് കണ്ട പെരുമ്പളം പാലം രാത്രി കിടക്കണം. അതെ. അപ്പൊ നമ്മൾക്ക് സർപ്രൈസ് ആയിട്ട് നമ്മളോട് വരുമോന്ന് ചോദിച്ചാൽ കാരണം അച്ഛൻ ചിലപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ടാവും. ഞങ്ങളിനി വന്നാലോ എന്ന് ഓർത്തിട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം. അച്ഛൻ കിടന്നിട്ടുള്ള റൂമിൽ ലൈറ്റ് കാണുന്നുണ്ട്. എന്റെ ബൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ. ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ് ഗൈസ്. ആണോ? ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്. അടിപൊളി. തുറന്നാ എന്നാ വിളിക്ക്. ചീറ്റിപ്പോയി. ഇല്ല. ഇതാണ് വീട്. തുറന്നിട്ടാണോ? അടച്ചിട്ടാണ്. മതിയടി. ഉള്ളിൽ സൗണ്ട് ഒക്കെ ഉണ്ട്. കസേര നിൽക്കുന്നുണ്ട്. കിട്ടോ? അല്ല, ആദ്യമായിട്ട് പെരുമ്പളത്ത് തന്നെ വീഡിയോ കുറച്ച് എക്സ്പ്രഷൻ കിട്ടുവന്നൂടെ? ചീറ്റിപ്പോയി. ആദ്യമായിട്ട് പെരുമ്പളത്ത് ഈ സമയത്ത് തന്നെയല്ലേ? അത് പറഞ്ഞ ഞങ്ങൾ ഈ വീഡിയോ എടുത്താ. നിങ്ങൾ നേരത്തെ വന്നാ എന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ച അച്ഛന് വെറുതെ അച്ഛന് മനസ്സിലായോ? അത് അച്ഛനെങ്ങനെ മനസ്സിലായി? അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതേ പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനോടും അനുബന്ധപ്പെട്ടവരോടും 1-2 ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നമസ്കാരം ചേട്ടാ. ആദ്യം തന്നെ ആശംസകൾ. ഇങ്ങനെ ഇത്രയും കാലം നീണ്ടു നിന്നിട്ട് ഈ ഒരു പാലത്തിന്റെ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ സാധിച്ചത് ചേട്ടനാണ്. അതെ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ആദ്യം അറിയിക്കുന്നു. അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ആദ്യകാലം മുതലേ ഇതുമായി ബന്ധപ്പെട്ട് നിന്നപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതെന്തായാലും സാധ്യമായതിൽ വളരെ സന്തോഷമുണ്ട്.
ഇനി പെരുമ്പളത്ത് എന്തൊക്കെയാണ് നടക്കാനുള്ളത്, അല്ലെങ്കിൽ പെരുമ്പളത്തിൻ്റെ വികസനങ്ങൾ എങ്ങനെയാണ്? ഇനി പെരുമ്പളത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ പാലം ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം ഇപ്പോൾ നിങ്ങൾക്കും കാണാവുന്നതാണ്. കാര്യം ഇപ്പോൾ ഈ പ്രദേശത്തുമായിട്ട് ബന്ധപ്പെട്ടും അപ്പുറത്ത് മറുകരയിലുള്ളവരുടെ ഒരുപാട് കുടുംബങ്ങൾ ഒരു ഉപജീവന മാർഗമായി കണ്ടെത്തിയ ഒരുപാട് കടകളുണ്ട്. ഈ കടകൾ അതെല്ലാം ആ കുടുംബങ്ങൾക്കൊരു അത്താണിയാണ് എന്ന് അറിയുന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം പെരുമ്പളത്തെ മൊത്തത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞു. പെരുമ്പളത്തെ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം അത് കച്ചവടം ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരാണ്. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഉദ്ഘാടന തലേന്ന് ആ ഒരു പ്രതീതി ഇന്നലെ ഉണ്ടായിരിക്കുന്ന പോലെയാണ്. ഇന്നലെ അത്രയ്ക്ക് ജനങ്ങളായിരുന്നു, പെരുന്നാൾ തിരക്കായിരുന്നു, ഭയങ്കര ജനമായിരുന്നു. രാത്രി എനിക്കൊന്ന് 2 മണി വരെ ആ ഒരു ജനത്തിരക്കുകൾ നിന്ന് വന്നതാണ്. അതനുസരിച്ച് കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളുടെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നലെ അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഭയങ്കര തിരക്കായിരുന്നല്ലോ, അവിടെ നിറച്ച ആൾക്കാരായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എന്താ സംഭവം? ഇന്നലെ അവധി ദിവസമായിരുന്നതുകൊണ്ട് ഈ പാലം കാണാനായിട്ട് നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ 100-ൽ ഒതുങ്ങുന്നതിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് വാഹനങ്ങളുമായിട്ട് ഈ പാലത്തിലൂടെ സഞ്ചരിച്ചത്. ഇന്നലെ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞിട്ട് നമ്മുടെ പെരുന്നാൾ ആഘോഷിച്ച സഹോദരി സഹോദരന്മാർ കുടുംബസമേതം ഈ പാലത്തിലൂടെ സഞ്ചരിക്കുകയും പാലത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ ചെയ്യുകയും പെരുമ്പളത്തേക്ക് കടന്നിട്ട് പെരുമ്പളത്തിൻ്റെ മുക്കിനും മൂലയിലുമൊക്കെ എല്ലാ പ്രദേശങ്ങളും കാണുവാനും പെരുമ്പളത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നറിയുവാനും കുടുംബസമേതം അവർ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇന്നലെ. ഞാനും ഇവിടെ വന്നിട്ടാണ് പോയത്. കുറേ ആൾക്കാർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വഴി പറഞ്ഞു കൊടുത്തു, പെരുമ്പളത്തുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു, ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇന്നലെ ഈ പാലത്തിൽ അധികം തിരക്കുണ്ടായിരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുവരെയും തിരക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇല്ല മാറിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പെരുമ്പളം പാലത്തെ സംബന്ധിച്ച് കേരളത്തിലെന്നല്ല ഇന്ത്യയിലൊട്ടാകെയുള്ള പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പെരുമ്പളം പാലത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുകയുണ്ടായി. വീഡിയോ സഹിതം ചിത്രങ്ങൾ സഹിതം ജനങ്ങളുടെ അഭിലാഷ പൂർത്തീകരണത്തിൻ്റെ സന്തോഷ സൂചകമായിട്ടുള്ള വർത്തമാനങ്ങളിലൂടെയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിങ്ങനെ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കേരളത്തിലെ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം എന്നുള്ളതുകൊണ്ട് അതൊന്ന് കാണണം, അതിൻ്റെ എന്താണ് സവിശേഷത എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. പാലം ഉദ്ഘാടന ദിവസം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നത്. ഇവിടെ അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വ്യത്യസ്ത ആൾക്കാർ അവരിവിടെ 100 കണക്കിന് വന്ന് പോയിട്ടുണ്ട്. പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നു പോയവർ തന്നെ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഒറ്റപ്പെട്ട ദ്വീപാണ് പെരുമ്പളം എന്നുള്ള കേട്ട് ആൾക്കാർക്കൊരു ധാരണയുള്ളതാണ്. അപ്പോൾ അതിന് പാലം വന്നത് 4-5 വർഷക്കാലം കൊണ്ട് ഇത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു സംഭവമാണ്. അപ്പോൾ അത് കാണാനും കേൾക്കുവാനും ആസ്വദിക്കാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആശയാണ്. നമുക്ക് ചേച്ചിനോട് ചോദിക്കാം, പാലത്തിന്റെ ആരംഭഘട്ടം മുതലുള്ള പണികളുടെ ഒപ്പം പ്രസിഡന്റ് ആയിരുന്ന ചേച്ചിയാണ്. തീർച്ചയായിട്ടും. എന്താണ് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ചേച്ചിയുടെ സന്തോഷം എങ്ങനെയാണ് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്? നമ്മുടെ പെരുമ്പളംകാരെ സംബന്ധിച്ചിടത്തോളം എന്നെ മാത്രമല്ല, ഇതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. ഞാനത് അമൃതയോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഒരു തറക്കല്ലിടുന്നത് 2017-ലാണ്. അതിനു മുമ്പ് ഞാനും എൻ്റെ ഭർത്താവ് ഞങ്ങൾ രണ്ടും അഭിഭാഷകരാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മൂവ് ചെയ്യണമെന്ന് ആലോചിച്ച മനുഷ്യരാണ്. കാരണം നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി നമുക്ക് പലപ്പോഴും ഓഫീസിൽ ചെലവഴിക്കാനും നമ്മുടെ ജോലിയിൽ സമയം ചെലവഴിക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ചേർത്തലയിലേക്ക് മാറി താമസിക്കണമെന്ന് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു വലിയ പദ്ധതി അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആശങ്കയാണ്, പെരുമ്പളം പോലെ ഈ ചെറിയ ഒരു ജനങ്ങൾ മാത്രം താമസിക്കുന്ന പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു പാലം വരുമോ എന്നുള്ളത് വളരെ ആശങ്ക നിറഞ്ഞൊരു കാര്യം. സംഭവിക്കുമോ എന്ന് തീർച്ചയായും അന്ന് ആശങ്കപ്പെട്ടിരുന്നു.
എന്നാൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ നേരിട്ടെത്തി പാലത്തിന് തറക്കല്ലിടുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് ഞങ്ങളുടെ തീരുമാനം ആ ദിവസം മാറ്റിയതാണ്. ഈ പെരുമ്പളത്ത് തന്നെ ഇനി തുടർന്നുള്ള ജീവിതം. അപ്പം അത്തരത്തിൽ ഒരുപാട് മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ കൊണ്ട് മാറി ജീവിച്ചിട്ടുണ്ട്. ഇന്ന് അവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും ഭംഗിയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിൽ മനുഷ്യർ പരസ്പരം അറിഞ്ഞും സ്നേഹിക്കും ജീവിക്കുന്ന ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറ്റി ചിന്തിക്കുന്ന തലത്തിൽ ഈ പാലം മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ പാലം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് തീർച്ചയായും കേരളത്തിലെ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു വികസനമാണ്. തീർച്ചയായും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ വർക്കുകളെല്ലാം തന്നെ തീർന്നിട്ടുള്ളത്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഉദ്ഘാടനത്തിന് മുമ്പേ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകാൻ സാധിച്ചതെന്നുള്ളത്. ഈ പെരുമ്പളത്തിന്റെ വികസന സാധ്യതകൾ എന്തൊക്കെയാണ്? പാലം തുറന്നതോടുകൂടി ഒരുപാട് വികസന സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസന സാധ്യത അല്ലെങ്കിൽ പെരുമ്പളം പഞ്ചായത്തിന് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണപ്പെടുന്ന സാധ്യത എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പാലോൾക്കാലത്തിന് ശേഷം ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചു. നല്ല രീതിയിൽ ഇപ്പോൾ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് ആ ബോട്ടിങ്ങിൽ ആൾക്കാർ ഇവിടെ നിന്ന് കയറി പെരുമ്പളത്തിൻ്റെ തെക്കുവശത്തുള്ള മാജിക് ഐലൻഡ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കുള്ള യാത്രയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പെരുമ്പളം ചുറ്റി കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ തന്നെ പാലത്തിന് താഴെ തന്നെ ബോട്ടിങ്ങിൽ നടത്തി മണിക്കൂറുകളോളം ചിലവഴിക്കുന്ന ടീമുണ്ട്. 10 പേരും 20 പേരും അടക്കമുള്ള ബോട്ട് സർവീസാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെയുള്ള സാധ്യതയാണ് ഹോം സ്റ്റേ. ഒത്തിരി ഹോം സ്റ്റേയുടെ ആൾക്കാർ നിലവിൽ നല്ല രീതിയിൽ നടത്തി വിജയിച്ചിട്ടുള്ള ആലപ്പുഴ, എറണാകുളം അടക്കമുള്ള കണ്ണൂരിൽ നിന്ന് വരെ ഈ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. വയനാടിൽ നിന്ന് എത്തി, പിന്നെ കാസർഗോഡ്, മലപ്പുറം, അങ്ങ് അവിടെ പത്തനംതിട്ടയിൽ നിന്ന് വരെയുള്ള ആൾക്കാർ, എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് വേണം പറയാൻ. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും നമ്മളെ സമീപിച്ചത് ഹോം സ്റ്റേകൾക്കാണ്. അവർക്ക് അതിനുള്ള സ്ഥലം വാടകയ്ക്ക് ബിൽഡിങ് കിട്ടുമോ, അല്ലെങ്കിൽ ഹോട്ടലുകൾ തുടങ്ങുന്നതിന് ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ, വലിയ ഗോഡൗൺ പണിയാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഗോഡൗൺ തിരക്കിയ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു വലിയ സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിലൊരു വിശ്വാസം നമുക്കുമുണ്ട്. അതാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് അതാണ്. അതെന്തായാലും അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ കാണുന്നുണ്ട്. പാലം വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ്. പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം പെരുമ്പളം മെട്രോ നഗരമായിട്ടുള്ള നമ്മുടെ എറണാകുളത്തെയും അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ടൂറിസം കേന്ദ്രമായിട്ടുള്ള കുമരകം, അതേപോലെ തന്നെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ആലപ്പുഴയുമായിട്ടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. യഥാർത്ഥത്തിൽ ഇതേവരെ പെരുമ്പളത്തിൻ്റെ ഒരു ടൂറിസം പൊട്ടൻഷ്യൽ ലോകത്തിൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ഈ പാലം എന്ന് പറയുന്ന ഒരു ആക്സസ് ഉണ്ടാവുമ്പോൾ പെരുമ്പളത്തെ ജനങ്ങളുടെ ജീവിതാനുഭവവും ഇവിടെയുള്ള റിസോഴ്സുകളും എല്ലാം ടൂറിസത്തിന് വലിയ സാധ്യത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ടൂറിസം സാധ്യതകൾക്ക് വലിയ ഒരു അവസരം ഈ പാലം തുറന്നു വെക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സഞ്ചാരികൾ ഇവിടേക്ക് വരികയും ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറും. അതിലൂടെ അവരുടെ ജീവിത നിലവാരവും ഉയരുമെന്നുള്ളതാണ് ഇതിലെ ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇത് നമ്മുടെ പെരുമ്പളത്ത് സ്വന്തമായിട്ടൊരു കട നടത്തണ ഞങ്ങളുടെ മാമനാണ്. മാമനിപ്പോൾ എവിടെ പോണിരുന്നു? ഞാൻ പച്ചക്കറി എടുക്കാൻ പോകണം. സാധാരണ പച്ചക്കറി വരാറില്ല? പച്ചക്കറി വരാറുണ്ട്, പക്ഷെ ഇന്നലെ ബക്രീദ് അവധി ആയതുകൊണ്ട് പച്ചക്കറി വണ്ടിയൊന്നും വന്നില്ല. അപ്പൊ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ട് ഇന്നിപ്പോ പെട്ടെന്ന് ചെന്ന് എടുത്തോണ്ട് വരാമല്ലോ. അത് കാരണം നേരത്തെ എങ്ങനെ എടുത്തോണ്ടിരുന്നത്? നേരത്തെ എടുത്തോണ്ടിരുന്നത് പൂച്ചാക്കെന്ന് എടുത്തോണ്ടിരുന്നത് നേരത്തെ. അപ്പൊ അതിപ്പോ നിന്ന് ഇപ്പൊ ഇങ്ങനെ ജങ്കാറില്ലാത്ത അവസരങ്ങളിൽ എടുക്കുന്നത് ബോട്ടിൽ എടുത്തോണ്ട് വരും, ബോട്ടെ കൊണ്ടുവരും. അത് കഷ്ടപ്പാടായിരുന്നു, തികച്ചും കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഇപ്പൊ നിലവിലെ ഗതാഗത സൗകര്യ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഗതാഗതം ഇപ്പോൾ ഇത് പാലത്തിന് ശേഷം ഉണ്ടായ ഗതാഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ബോട്ട് സർവീസുകൾക്കൊന്നും തന്നെ മാറ്റമില്ലാതെ തുടരുവാണ്. ജങ്കാർ സർവീസ് മാത്രമാണ് നിർത്തിവെച്ചിട്ടുള്ളത്. പൂത്തോട്ടയിലേക്കുള്ള ജങ്കാർ സർവീസ് നേരത്തെ നിർത്തിയിരുന്നതാണ്. അത് ആരംഭിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. പെരുന്നാളിന് ശേഷം അതിൻ്റെ സർവീസ് ആരംഭിക്കും. പിന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള KSRTCയുടെ ബസ്സുകളാണ്. അതിൻ്റെ വണ്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അത് നിലവിലുള്ള KSRTCയിലുള്ള വണ്ടികൾ ഇവിടെ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. റോഡിൻ്റെ വീതിക്കുറവും വളവുകളൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും
പുതിയ വണ്ടികൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ സർവീസ് ആരംഭിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെത് 1 മാസം കൂടി ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ മാറ്റി ഓടിക്കിട്ട് അതിൻ്റെ കളക്ഷനും കാര്യങ്ങളും നോക്കിയിട്ട് അവർ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ വേണമെന്നുള്ള ആലോചിച്ചിട്ട് അത് ക്രമീകരിക്കുന്നതായിരിക്കും. ബോട്ട് സർവീസുകളെല്ലാം തന്നെ നിലനിർത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ടൂറിസം സാധ്യതകൾ കണക്കാക്കിയുള്ള ബോട്ടുകളും ട്രിപ്പുകളും ആ തരത്തിലേക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് സർവീസ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ശ്രീകുമാറേട്ടൻ. ആലപ്പുഴ ജില്ലയിലെ മികച്ച കർഷകൻ, കർഷകശ്രീയുടെ ജില്ലാ അവാർഡുകൾ, കാർഷിക വൃത്തികളുടെ അങ്ങനെ ഒട്ടേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ വ്യക്തിയാണ്. 25 വർഷത്തോളമായി പെരുമ്പളത്തെ വിജയകരമായി കൃഷികൾ ചെയ്തു വരികയാണ് ഇദ്ദേഹം. തണ്ണിമത്തൻ, മധുരവെള്ളരി, വെണ്ട, മത്തൻ, ചീര, വഴുതനങ്ങ, മുളക്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇഷ്ടം പോലെ പച്ചക്കറികൾ. ഈ തോട്ടത്തിലൂടെ ഈ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ പെരുമ്പളത്തെ മണ്ണ് കൃഷിക്കൂടി അനുകൂലമാണെന്നുള്ള തിരിച്ചറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയും നാടെന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമക്കാഴ്ചകൾ മായാതെ പൈതൃകവും മൂല്യങ്ങളും എല്ലാം കാത്തുസൂക്ഷിച്ച് തനതായ രീതിയിലായിരിക്കണം ഇവിടുത്തെ വികസനവും ടൂറിസവും മറ്റെല്ലാം. അത് തന്നെയാണ് പഞ്ചായത്തിന്റെയും ഇവിടെയുള്ള ആളുകളുടെയും ആഗ്രഹവും. അതിനൊക്കെ വേഗത കൈവരിക്കാൻ ഉണ്ടാക്കപ്പെട്ട ഒരു മഹത്തായ നിർമ്മിതിയാണ് ഈ പാലം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ 2ാമത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പെരുമ്പളത്തെ പാലത്തിന്റെയും പെരുമ്പളത്തെയും വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മാത്രമല്ല ഇതുപോലുള്ള മറ്റു കാഴ്ചകളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതുപോലെ വരുന്നുണ്ട്. ഹൃദയം നിറയ്ക്കുന്ന ഇത്തരം പദ്ധതികളും സന്തോഷങ്ങളുമായി ഞങ്ങൾ ഇനിയും വരും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. പഞ്ചായത്തിന്റെ മുഖ്യധാരാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് നിലവിലെ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും പാലത്തിലും പെരുമ്പളത്തെ ചെറിയ വഴികളിലും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ പാലത്തിൽ വണ്ടി ഇട്ടിട്ട് കൂടുതൽ തിരക്കുണ്ടാക്കാതിരിക്കുക. മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരുമ്പളത്തെ ചെറിയ റോഡിൽ വലിയ വേഗതയിൽ പോകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ. വലിയ സന്തോഷത്തിനിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് പരമാവധി അവിടെയുള്ള ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം വരാതെ വേണം അവിടെ പെരുമാറാൻ.